നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. പഠനത്തിൽ ഗ്യാപ്പ് വന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു 3 ടോപ്പിക്സിലൂടെ സാധിക്കും. അത് ഏതൊക്കെയാണ് ആ 3 ടോപ്പിക്കുകൾ? എങ്ങനെയൊക്കെയാണ് ആ ടോപ്പിക്കുകൾ പഠിക്കേണ്ടത്? അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഹർഷിതം എഡ്യൂടെക്കിലേക്ക് സ്വാഗതം. ജോലി തിരക്ക്, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ വെറും ഒരു മടിപ്പ്, കാരണം ഏതുമാകട്ടെ, PSC പഠനത്തിൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. എന്നിട്ട് തുടർന്നുള്ള വീഡിയോ കണ്ടാൽ മതി. പുസ്തകം തുറക്കുമ്പോൾ എല്ലാം മറന്നു പോയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെ തുടങ്ങണം, എന്തു തുടങ്ങണം എന്നൊരു വലിയ കൺഫ്യൂഷൻ നിങ്ങൾക്കില്ലേ? ഇപ്പോ PSC പ്രായപരിധിയൊക്കെ കൂട്ടിയപ്പോ ഒരുപാട് ആൾക്കാർ പഠനത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാറ്റേൺ മാറ്റിയ PSCയുടെ പരീക്ഷാ രീതിയിൽ ഞാൻ എന്ത് തുടങ്ങണം, എവിടെ നിന്ന് പഠിക്കണം എന്ന കൺഫ്യൂഷനിലായിരിക്കും അല്ലെ? നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു കൺഫ്യൂഷനിലല്ലേ? അങ്ങനെയെങ്കിൽ എസ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പല റാങ്ക് ഹോൾഡേഴ്സും ഇത്തരം ഗ്യാപ്പുകൾക്ക് ശേഷം ശക്തമായി തിരിച്ചു വന്നവരാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, പഠനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഏത് വിഷയത്തിൽ തുടങ്ങണം? പൊടിപടിച്ചിരിക്കുന്ന റാങ്ക് ഫയലൊക്കെ കണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തീർത്ത നോട്ട്ബുക്കുകൾ കണ്ടോ? അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കണ്ടേ? ഏത് വിഷയം? ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഏത് വിഷയത്തിൽ നിന്ന് തുടങ്ങണം? ഏറ്റവും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന, പഠിക്കാൻ വളരെ എളുപ്പമുള്ള ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ലെറ്റ്സ് റീസ്റ്റാർട്ട്. ദ കോൺഫിഡൻസ് ബൂസ്റ്റർ. കുറെ കാലത്തിന് ശേഷം പുസ്തകം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം എടുത്തു വെച്ച് പഠിക്കാതിരിക്കുക, പഠനത്തെ മടുക്കാതിരിക്കുക എന്നത് വേണം നിങ്ങൾ ആദ്യം ചെയ്യാൻ. ആദ്യം ചെയ്യേണ്ടത് എനിക്ക് കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയും എന്ന കോൺഫിഡൻസ് വളർത്തിയെടുക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ തുടങ്ങേണ്ടത് നിങ്ങളുടെ മാതൃഭാഷയിൽ നിന്ന് തന്നെയാണ്. അതായത് മലയാളത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. മലയാളം എടുക്കുക എന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ വ്യാകരണം പോയി ആദ്യം പഠിക്കുകയല്ല ചെയ്യേണ്ടത്. മലയാളത്തിന്റെ സിലബസ് നോക്കൂ. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, വാക്യം ചേർത്തെഴുതുക. ഇത്രയാണ് മലയാളത്തിന്റെ സിലബസ്. അപ്പോൾ ഇതില് ഏറ്റവും എളുപ്പം പഠിക്കാവുന്ന കാര്യങ്ങൾ, അതായത് ഒറ്റപ്പദമാകട്ടെ അല്ലെങ്കിൽ വിപരീത പദമാകട്ടെ, നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, പരിഭാഷയാകട്ടെ, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. ഒപ്പം മുൻപ് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാനും കൂടി ശ്രമിക്കുക. അപ്പൊ വളരെ പെട്ടെന്ന് ഇത് പഠിക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും നിങ്ങൾക്ക് മുൻപ് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. പരീക്ഷയ്ക്ക് ഉറപ്പായും മാർക്ക് കിട്ടുന്ന ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് ഒട്ടും ചെറുതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആദ്യം എവിടെ നിന്ന് തുടങ്ങുക? നിങ്ങളുടെ മാതൃഭാഷയായ മലയാളം. ദ കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന് പറയുന്നത് മലയാളം ആയിരിക്കണം. മലയാളം പഠിക്കാൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ഭാഷയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2027 പുതിയ ബാച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 9 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന നോട്ടുകൾ ഉൾപ്പെടെയാണ് ഫുൾ സിലബസ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്റെ മെന്റർഷിപ്പിൽ, ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ എന്റെ മെന്റർഷിപ്പിലായിരിക്കും ഈ ബാച്ച് കോഴ്സ് കൊണ്ടുപോകാൻ പോകുന്നത്. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, കറന്റ് അഫയേഴ്സ്, പഴയ SCRT, പുതിയ SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അടങ്ങുന്ന ഒരു ബാച്ച് കോഴ്സ് ആയിരിക്കും. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇനി കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. 1-2 ആഴ്ച മാത്രമേ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കൂ. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. അപ്പോൾ നമ്മുടെ ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യൂ. ഇന്ന് തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഇനി രണ്ടാമത്തെ ടോപ്പിക്, ദ ഫൗണ്ടേഷൻ ബിൽഡർ. അപ്പൊ മലയാളം വായിച്ച് നിങ്ങൾക്കൊരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾ എടുക്കേണ്ടത് SCRT പാഠപുസ്തകങ്ങളാണ്. SCRT 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ, സയൻസും സോഷ്യലും.
അപ്പോൾ പുതിയ സ്റ്റേറ്റ്മെന്റ് മാതൃകയിലുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? അതറിയാവോ? അതിനെ പറ്റിയുള്ള ധാരണയുണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറിയ പരീക്ഷാ രീതി എന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പുതിയ സ്റ്റേറ്റ്മെന്റ് മാതൃകയിലുള്ള ചോദ്യങ്ങളെ നേരിടാൻ നിങ്ങൾ സിലബസ് മാത്രം കവർ ചെയ്താൽ മതിയോ? പോരാ. SCERT ബുക്കുകൾ നിർബന്ധമാണ്. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ഒക്കെ അടിസ്ഥാന ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും ഒക്കെ നിങ്ങൾക്ക് ആദ്യം പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ ആദ്യമേ പോയി 10ാം ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. 5ഉം 6ഉം ഒക്കെ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും അടിസ്ഥാന ശാസ്ത്രവും അതുപോലെ സാമൂഹ്യ ശാസ്ത്രവും ഒക്കെ ഒരു കഥ വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ ഹർഷദ എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സിലും ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് 5, 7, 9 മാറിയ ടെക്സ്റ്റ് ബുക്ക്, 6, 8, 10 മാറിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുക്കുന്നുണ്ട്. കാര്യങ്ങൾ വളരെ ലളിതമായിട്ടായിരിക്കും ഈ 5, 6 സയൻസ് ആൻഡ് സോഷ്യലിലൊക്കെ കൊടുത്തേക്കുന്നത്. ഒട്ടും ബോറടിക്കത്തില്ല. അത് മാത്രമല്ല, സിലബസിലെ വലിയൊരു ഭാഗം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കവർ ചെയ്യുകയാണ്. ഇനി ടെക്സ്റ്റ് ബുക്കുകൾ എവിടെ നിന്ന് കിട്ടും അതറിയാവോ? അതിനു വേണ്ടിയിട്ട് സമഗ്ര എന്ന വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതായത് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് സമഗ്ര എന്ന് അടിച്ചു കൊടുത്താൽ മതി. സമഗ്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. പുതിയ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് പറയാം. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് എന്ന ഓപ്ഷൻ കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് മലയാളം മീഡിയത്തിലുള്ള ടെക്സ്റ്റ് ആണോ വേണ്ടത്? അങ്ങനെയെങ്കിൽ ഇവിടെ മലയാളം ചൂസ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ്, ഏതാണോ നിങ്ങളുടെ ലാംഗ്വേജ് അത്. മലയാളം തന്നെ എടുക്കാം. മലയാളത്തിലെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. സബ്ജക്ട് ചോദിക്കും. സോഷ്യലും അതുപോലെ ബേസിക് സയൻസും ആണ് നമുക്ക് വേണ്ടത്. ഞാൻ സോഷ്യൽ എടുത്തു. സോഷ്യൽ 2 ഭാഗമായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഇറക്കിയേക്കുന്നത്. അപ്പൊ ഞാൻ ഭാഗം 1 ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ കണ്ടോ, ഇതാണ് 1ാമത്തെ ഭാഗം ടെക്സ്റ്റ് ബുക്ക്. ഇതൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാൻ നമ്മുടെ ഹർഷദ എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സിലും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു പോവുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ വേണം SCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി 3ാമത്തെ വിഷയം, 3ാമത്തെ ടോപ്പിക്, ദ ഗെയിം ചേഞ്ചർ. ഗ്യാപ്പ് വന്നവർക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറുന്ന ഒന്നാണ് കറണ്ട് അഫയേഴ്സ്. ഇവിടെ പലരും ചെയ്യുന്നൊരു തെറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ തൊട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ പുസ്തകം തുറക്കുന്നത് ഇന്നാണെങ്കിൽ ഇന്നത്തെ ദിവസം തൊട്ടുള്ള പത്രവാർത്തകളോ അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ 2026 തന്നെ എടുക്കാം. 2026 തൊട്ടുള്ള കറണ്ട് അഫെയറോ പഠിച്ചാൽ മതി. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ അല്ലെങ്കിൽ 2026 ജനുവരി തൊട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് മാത്രം എടുത്ത് പഠിച്ചു തുടങ്ങുക. അല്ലാതെ പോയി വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഫാക്ട്സ് ഒന്നും പഠിക്കാൻ നിൽക്കരുത്. അപ്പൊ പുതിയ കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ പഠനത്തിന് ഒരു ഫ്രഷ്നെസ് നൽകും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ആഴ്ച പോയിട്ട് വലിയ സബ്ജക്റ്റുകളൊന്നും എടുക്കാൻ നിൽക്കരുത്. കണക്ക്, അതുപോലെ വളരെ ഡീപ്പായിട്ട് വേണ്ട ഭരണഘടന പോലുള്ള വിഷയങ്ങളൊക്കെ ആദ്യത്തെ 2 ആഴ്ച മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ ലളിതമായ വിഷയങ്ങളിലൂടെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി റൂട്ടീൻ സെറ്റ് ആയ ശേഷം മാത്രം അടുത്തതിലേക്ക് കടക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു 30 days സ്റ്റഡി പ്ലാൻ, റീസ്റ്റാർട്ട് സ്റ്റഡി പ്ലാൻ റെഡി ആക്കുന്നുണ്ട്. അത് വേഗം തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്ന കൺഫ്യൂഷൻ ഇപ്പൊ മാറിയല്ലോ. പഠനം ഒരു ശീലമാക്കുക, അതാണ് പ്രധാനം. ദിവസവും ഒരു 2-3 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കുക. അതിനുവേണ്ടി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിന്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. വരാനിരിക്കുന്ന വലിയ അവസരങ്ങൾ LDC 2026-27 പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി ഒരുപാട് ബാച്ചുകൾ റണ്ണിംഗ് ആണ്. കമ്പനി LGS മുതൽ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള ബാച്ചുകൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ചിട്ടയായ ക്ലാസ്സുകളും എക്സാമുകളും ഒക്കെ നിങ്ങളുടെ പഠനം എളുപ്പമാക്കും. അപ്പൊ ഇതിനു വേണ്ടി ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ്രോയിഡിലും അതുപോലെ ഐഫോണിലും ആപ്പ് ഇപ്പോൾ ലഭ്യമാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പഠനം നിർത്തി എന്ന് കരുതി വിഷമിച്ചിരിക്കാതെ ഇന്നു മുതൽ ഒരു പുതിയ തുടക്കം കുറിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.